എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജഗത് ജയപ്രകാശാണ് കൂടുതൽ. ജഗത് നമസ്കാരം. നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന SCO ഉച്ചകോടി കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് പ്രതീക്ഷിച്ച പോലെയല്ല ഇന്ത്യ ഇപ്രാവശ്യം പ്രതികരിച്ചത് എന്നാണ് ഇവിടെയുള്ള നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന ഒരു അലൈൻ പുതിയതായി ഉണ്ടായി വരുന്നു. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായി ട്രൂത്ത് സോഷ്യലിൽ ഇന്നലെ ട്രംപിന്റെ ഒരു പോസ്റ്റ് ഉൾപ്പെടെ വന്നിരുന്നു. ട്രേഡ് ഡെഫിസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നതെങ്കിലും ഇത് സത്യത്തിൽ ഒരു രാജഭരണം നിലനിൽക്കുന്ന പോലെയാണ്. ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മരുന്നുകൾക്ക് ഉൾപ്പെടെ താരിഫ് കൂട്ടുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി. എന്താണ് ജേക്കബ്, ട്രംപിന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഭാഷയുണ്ട്, നിങ്ങൾക്ക് എന്താ വയ്യേ എന്ന് ചോദിച്ചു. ട്രംപിന് വയ്യേ, എന്താണ് സംഭവിക്കുന്നത്? ട്രംപിന് വയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിന് വയ്യായിക ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളി ഒരിച്ചിരി ഹൈപ്പർ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തെ ഞാനൊരു ഫോളോ ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നുന്നു പുള്ളി ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള എന്തോ പ്രശ്നംസ് പുള്ളിക്കുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളി ഒരു ഈഗോ ഭയങ്കരമായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം പുള്ളിയുടെ ഈഗോയെ എങ്ങനെയെങ്കിലും പുള്ളി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നമ്മളുടെ ഈ ബന്ധങ്ങൾ വഷളാവുന്നതിന് മുന്നേ സംഭവിച്ച ആ ഒരു വിഷയം, പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടന്ന ആ ഒരു കോൺഫ്രണ്ടേഷനെ തുടർന്ന് ട്രംപ് അതിനകത്ത് മീഡിയേറ്റ് ചെയ്തെന്നും അദ്ദേഹമാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി അദ്ദേഹമാണെന്നും പലതരത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരും അത് ബൈ ചെയ്തില്ല. അതായത് പാകിസ്ഥാനിന്റെ സേനാ മേധാവിയെ ട്രംപ് വിളിച്ച് അവിടെ വിരുന്ന് കൊടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോദി അങ്ങോട്ട് പോയില്ല. കാരണം മോദിക്ക് മനസ്സിലായി, ട്രംപിന്റെ ട്രൂ കളർ ശരിക്കും മനസ്സിലായി. കാരണം മോദി ആത്യന്തികമായിട്ട് ഒരു ഗുജറാത്തിയാണ്. അദ്ദേഹത്തിന് ഒരു ബിസിനസ് ബേസ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അദ്ദേഹത്തിനുമുണ്ട്. അപ്പൊ അത് കാരണം വന്നപ്പോഴത്തേക്ക് രണ്ട് ബിസിനസ് ആൾക്കാരുടെ ഒരു ഈഗോ അവിടെ ക്ലാഷ് ആവുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പൊ ആ ക്ലാഷ് അങ്ങോട്ട് പിന്നീട് എസ്കലേറ്റ് ആയി. പിന്നീട് താരിഫ് പ്രഖ്യാപനത്തിലേക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് പണമൊന്നും ആവശ്യമില്ല. അങ്ങേർക്ക് പ്രശസ്തിയാണ് അങ്ങേർക്ക് ആവശ്യം. അങ്ങേരുടെ പഴയകാല ജീവിതം നമ്മൾ നോക്കിയാൽ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്രന്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ നാളുകൾക്ക് മുന്നേ US ടെലിവിഷനിൽ. അപ്പൊ അദ്ദേഹത്തിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഫാൻസി ലൈഫ് അല്ലെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു താല്പര്യമാണ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുറത്ത് ലൈം ലൈറ്റ് വരണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിന് കിട്ടാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമാധാനത്തിന്റെ പുരസ്കാരമായ നൊബേൽ പുരസ്കാരമാണ്. നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതെല്ലാം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആൾക്കാരെ, കൂലി എഴുത്തുകാരെ കൊണ്ടിട്ടും കൂലി പ്രസംഗരെ കൊണ്ടിട്ടും ട്രംപ് മഹാനാണ്, അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ എല്ലാ ദിവസവും ഒരു റെട്ടോറിക് ഉണ്ടാക്കിയെടുത്ത ശേഷം പല സ്ഥലത്ത് നിന്ന് നോമിനേഷൻ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യത്തിന് ഇത് നേടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ആഗ്രഹത്തിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇത്ര നാൾ പൊളിറ്റിക്സിലുണ്ട്. ഇനിയൊരു അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു ടേമാണ് US പ്രസിഡന്റിനെ സംബന്ധിച്ചത്. ഇനി ഒരു ടേം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം US കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രണ്ടിൽ കൂടുതൽ തവണ ആർക്കും പ്രസിഡന്റ് ആവാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ഇനി ചുരുങ്ങിയ ഒരു 3.5 വർഷത്തിനുള്ളിൽ നോബൽ പ്രൈസ് എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ അത് മോദി സമ്മതിച്ചില്ല. ഇൻ ദ സെൻസ് മീൻസ് നമ്മളത് അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ യുദ്ധം നമ്മൾ ഇടത്ത് തീർന്നതിന്റെ പിന്നിൽ ട്രംപ് ആണെന്ന് നമ്മൾ അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ അക്നോളജ് ആരെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. മോദി പോലും പറയേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഹാൻഡിൽ അത് അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസിനുള്ള ഒരു ചാൻസ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയും ശുപാർശ ചെയ്യണം, അല്ലെ ട്രംപിന് വേണ്ടി മോദി ശുപാർശ ചെയ്യുന്നു. ട്രംപിന് ഒരു വ്യാമോഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം യുദ്ധം നടന്ന സമയത്തേക്ക് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് വളരെ വോളറ്റൈലായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ആയിട്ടുള്ള ഇന്ത്യയിലെ BJP ആയാലും അവര് ഒരു സെന്റിമെന്റ്സിന്റെ, പാകിസ്ഥാനെതിരെയുള്ള ഒരു ആന്റി പാകിസ്ഥാൻ സെന്റിമെന്റ്സിന്റെ പുറത്താണ് ഇവിടെ മൊത്തത്തിലുള്ള പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ റെട്ടോറിക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡ് ആവുന്ന മോദിക്ക് മനസ്സിലായത് കൊണ്ടാണ് അതിൽ നിന്ന് അദ്ദേഹം സ്റ്റെപ്പ് ഔട്ട് ആയതും. ആ സ്റ്റെപ്പ് ഔട്ടിനെ തുടർന്നാണ് പിന്നീട് ഇന്ത്യ US ഫാൾ ഔട്ട് സംഭവിക്കുന്നതും. അതിനുശേഷം അവർ ഒരു 25% താരിഫ് അടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അലോ ചെയ്തില്ല. അതിനുശേഷം റിട്ടാലിയേറ്ററി താരിഫ് വീണ്ടും ഒരു അഡീഷണൽ 25% കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ സമയം കഴിഞ്ഞു, നമ്മൾ അനങ്ങിയില്ല. അതിനിടയ്ക്കാണ് SCO സംഭവിക്കുന്നത്. SCOയിൽ സംഭവിച്ചപ്പോഴത്തേക്ക് SCOയുടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ഗ്ലോബൽ വേൾഡ് ഓർഡർ ആണ് ചൈന
വിഭാവനം ചെയ്യുന്നത്. കാരണം ചൈനയുടെ ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പീപ്പിൾസ് ഡെയിലിയുടെ ഒരു മൗത്ത് പീസ് ആണ്, ഒരു ടാബ്ലോയിഡ് ആണ് ഗ്ലോബൽ ടൈംസ്. ഗ്ലോബൽ ടൈംസിനകത്ത് വന്നേക്കുന്ന ഒരു എഡിറ്റോറിയൽ ഞാൻ പരിശോധിക്കുമായിരുന്നു. നമ്മുടെ ഗൽവാൻ ക്ലാഷിന് ശേഷം ഇന്ത്യയും ചൈനയുമായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം ഈ ഒരു SCO സമ്മിറ്റോട് കൂടി അത് ഡൈല്യൂട്ട് ആയെന്നാണ് അവർ തന്നെ പറയുന്നത്. കാരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്നോളജ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വളരെ നല്ല ഒരു പോയിന്റ് ആയിട്ട് നമുക്കിപ്പം വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. അതിന് മുന്നേ തന്നെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയുമായിട്ട് വളരെ ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊരു ഗ്രൗണ്ട് തയ്യാറാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ജയശങ്കർ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്. അത് വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്ലോബൽ ടൈംസ് ഇതുപോലൊരു വലിയ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ട്രിഗർ എന്നുള്ള സാധനം അത് അങ്ങനെ തന്നെ നിൽക്കും എന്ന് അവർക്ക് അറിയാം. പക്ഷെ അതിനെ എങ്ങനെങ്കിലും അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. കാരണം ചൈന ഇന്ന് നമ്മളുടെ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ അവകാശപ്പെടുന്ന പല ഭാഗങ്ങളും, ഉദാഹരണത്തിന് നമ്മുടെ അക്സായ് ചിൻ മേഖല, ലഡാക്കിലെ അക്സായ് ചിൻ മേഖലയായാലും അരുണാചൽ പ്രദേശോ അങ്ങനത്തുള്ള മേഖലകളിലൊക്കെ ആയാലും ആ ഒരു മേഖലയിലും പാരമ്പര്യമായിട്ട് ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് അവരുടെ വാദം. അത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു 1800-കളിലെയും അല്ലെ ഇന്ത്യ വിഭജനത്തിന് മുന്നേ ഉണ്ടായിരുന്ന മാപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലഡാക്കിന്റെ ആ ഭാഗങ്ങളും അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളും ഒക്കെ പഴയ ഷിങ് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടാണ് അവർ അക്നോളജ് ചെയ്യുന്നത്. അപ്പൊ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് എവിടെയോ ഇരുന്ന് ആരോ വരച്ചു ഒരു ബൗണ്ടറി ഉണ്ടാക്കി കുറെ ആൾക്കാരെ കുരുതി കൊടുത്തു പാർട്ടീഷനിലൂടെ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. വളരെ ബ്ലഡി ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പം നമ്മളെല്ലാ ആൾക്കാരുമായിട്ടും ബോർഡർ ക്ലാഷ് ആണ് നമ്മളുടെ ഇതിപ്പം ചൈനയായിട്ട് മാത്രമല്ല, പാകിസ്ഥാനുമായിട്ട് നമ്മൾ ബോർഡർ ക്ലാഷിലാണ് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ബോർഡർ ക്ലാഷുകൾ അവിടെ നിൽക്കുന്ന അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ റിസർച്ച് ആൻഡ് ടെക്നോളജി, ട്രേഡ് റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകണം എന്നാണ് അവര് പറയുന്നത്. പിന്നീട് ഈ വെസ്റ്റേൺ ഫ്രെയിമിങ്ങിനെ അവര് ടോട്ടലി റിജക്ട് ചെയ്യുകയാണ് ചൈനയുടെ ഗ്ലോബൽ ടൈംസ്. അത് പറയുന്നത് വെസ്റ്റേൺ മീഡിയ സ്പെക്കുലേഷനും ആന്റി US അലയൻസും എന്ന് പറയുന്ന ഒരു റെട്ടോറിക് അവർ ഉണ്ടാക്കിയ ശേഷം അതിൽ കോൾഡ് വാറിന്റെ റിഫ്ലക്സ് ആക്കി കാണിക്കാനാണ് അവരിപ്പം നോക്കുന്നത്. കാരണം കോൾഡ് വാർ ഇന്ത്യ ട്രിഗർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വെസ്റ്റേൺ മീഡിയ ഫ്രെയിം ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടെ നോക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഒരു എക്കണോമിക് ആയിട്ടുള്ള കോർപ്പറേഷൻ റാദർ ദാൻ ഡിഫൻസ് കോർപ്പറേഷൻ, ഒരു എക്കണോമിക് കോർപ്പറേഷൻ ആണ് നമ്മൾ SCOയിലൂടെ കൂടുതലും ഇവിടെ ഫോം ചെയ്ത്. SCO യഥാർത്ഥത്തിൽ ഒരു ഡിഫൻസ് അലയൻസ് ആയിട്ടാണ് ആദ്യമേ ഫോം ചെയ്തതെങ്കിലും ഇന്ത്യ ഒന്നും അതിൽ പങ്കാളികളായിരുന്നു. 2017-ലാണ് ഇന്ത്യ പാകിസ്ഥാനും ഒക്കെ SCO കോർപ്പറേഷനിൽ പങ്കാളികളാവുന്നത്. അപ്പൊ അങ്ങനത്തെ തുടരെ ഇങ്ങനെ അതിനകത്തോട്ട് ആൾക്കാരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് SCO കോർപ്പറേഷനിൽ. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറെ ഒബ്സർവർ നേഷൻസും ഉണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ലാവോസിനെ അവർ ഒബ്സർവർ നേഷനായിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ മെമ്പറായിട്ട് 2024 ബെലാറസിനെ അവർ ചെയ്തിട്ടുണ്ട്. കാരണം ബെലാറസ് പ്രസിഡന്റ് ലുഷെങ്കോവും പുടിനുമായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ പോലെ തന്നെ ഉള്ള ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ റീജിയനാണ് ബെലാറസ്. അപ്പൊ അതുകൊണ്ട് ബെലാറസിനെയും ഈ ഒരു സമ്മിറ്റിനകത്ത് അവർ ഒരു ഫുൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കുറെ ആൾക്കാർ ഇപ്പം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈവൻ ഇസ്രയേൽ പോലും ഇതിനകത്ത് മെമ്പർഷിപ്പിന്, ഒരു ഒബ്സർവർ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ SCO എന്നുള്ള ഒരു സാധനം ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേഷനായിട്ട് വന്നിട്ടുണ്ട്. അതായത് ബ്രിക്സും SCOയും ഒക്കെ വെച്ച ശേഷം നമ്മളൊരു ന്യൂ ബാങ്ക് ഫോർ ഡെവലപ്മെന്റ്, നമ്മൾ നേരത്തെ സൂചിച്ചു ബ്രിക്സിന്റെ ബാങ്കാണ് ന്യൂ ബാങ്ക് ഫോർ ഡെവലപ്മെന്റ്. അത് വഴി ഈ IMF-നെ, അന്താരാഷ്ട്ര നാണ്യനിധിയെ കവർ ചെയ്യാനാണ് ഇന്ത്യയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇനി കാര്യമായിട്ട് ശ്രമിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 75-ാം വാർഷികം ആണ് ഇപ്പം വരുന്നത്. 1949-ലായിരുന്നു അവർക്ക് ലിബറേഷൻ കിട്ടിയത്. അപ്പൊ അതിനുശേഷം 75-ാം വാർഷികത്തിൽ അവര് ദിസ് ഈസ് ആൻ ആനിവേഴ്സറി ഫോർ ഓപ്പർച്യൂണിറ്റി എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൈനയുടെ ഡിപ്ലോമാറ്റിക് പോളിസികളിലും ഒക്കെ വളരെ ഒരു ചേഞ്ച് ഇപ്പം വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഒരു വുൾഫ് വാരിയർ ഡിപ്ലോമാറ്റിക് പോളിസി ആയിരുന്നു അവർ കുറച്ച് നാളായിട്ട് അവർ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം കുറച്ച് മാറി അവർ കുറച്ചുകൂടി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഓപ്പണിംഗ് ആയിട്ടുള്ള, കുറച്ചുകൂടി വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് മോഡലിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് വേണം നമുക്ക് ഈ SCO കോൺഫറൻസിലൂടെ നമുക്ക് അതിനെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ചൈനയിൽ നിന്ന് വരുന്ന നമ്മളെ എഡിറ്റോറിയൽസ് ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കൂ ജഗത്, കഴിഞ്ഞ ദിവസം ഈ ട്രംപുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ US അപ്പീൽ കോടതിയൊക്കെ ട്രംപിന്റെ കുറച്ച് താരിഫിനെയൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കും കടന്നിരുന്നു.
അപ്പോ സ്വാഭാവികമായി ട്രംപിന് ഇപ്പൊ പുറത്തു നിന്ന് ഇപ്പൊ ഒരു പുതിയൊരു എന്താ പറയാ അച്ചുതണ്ട് ഉണ്ടാവുന്നു. അതൊരു പ്രഷറാണ്. ഉള്ളിൽ നിന്നും പ്രതിസന്ധി വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, വളരെയധികം പ്രതിസന്ധികൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യുഎസിലെ എക്കണോമിക്സ് നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് കുറച്ച് റിപ്പോർട്ട്സുകളൊക്കെ ഇപ്പൊ ട്രംപിന്റെ താരിഫുകളൊക്കെ വന്ന ശേഷം കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് പല റിപ്പോർട്ട്സിനകത്തും നമ്മൾ പരിശോധിക്കുക പ്രധാനപ്പെട്ട ഒരു 10 പോയിന്റുകൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഈ താരിഫ് കൊണ്ട് യുഎസിൽ സംഭവിച്ചേക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ കോസ്റ്റ് ആണ്. അത് ഒബിയസ്ലി എല്ലാവർക്കും അറിയാം. കാരണം ഹയർ കോസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സ് ആസ് വെൽ ആസ് ബിസിനസ്. യുഎസിലുള്ള കൺസ്യൂമേഴ്സിന് ഈ ഒരു പ്രോഡക്ട്സിന്റെ വില വർദ്ധിച്ചോടുകൂടി നമ്മൾ അതായത് ഈ യുഎസിലേക്ക് ഒരു സാധനം കയറ്റി വിടുമ്പോൾ ആ പ്രോഡക്ട്സിന്റെ പുറത്ത് പോർട്ടി വെച്ച് തന്നെ അവർ ഒരു താരിഫ് അടിക്കുമ്പോഴത്തേക്ക് അതൊരു ഇൻഡയറക്ട് ടാക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കുഷൻ ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും യുഎസിൽ ഇപ്പോൾ ഇല്ല. കാരണം യുഎസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പല ദൈനംദിന സാധനങ്ങളും അവർക്ക് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. ചൈന, ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പല യൂറോപ്യൻ യൂണിയൻ പോലുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് അവരുടെ പല പ്രോഡക്ട്സുകളും വരുന്നത്. ഇപ്പം ട്രേഡ് നോക്കുമ്പോൾ ചൈനയായിട്ടുള്ള ട്രേഡിന്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് വോളിയം ഒരു വലിയ വോളിയം ഒന്നുമില്ല. ബട്ട് യൂറോപ്പുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് യുഎസിന് വലിയ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയത് കാരണം തന്നെ അവർക്ക് വളരെയധികം മാനുഫാക്ചറിങ്, അതായത് ഒരു സെക്കൻഡറി മാനുഫാക്ചറിങ് ആയ തന്നെ പാർട്സുകളും കമ്പോണൻസും കൊണ്ടുവന്ന് യുഎസിൽ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ് ആയാൽ പോലും ഈ കമ്പോണൻസിന്റെ ഒക്കെ വില കൂടുമ്പോൾ എൻഡ് പ്രോഡക്ട്സിനും വില കൂടുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം വാട്ടൺ സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഒരു പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് GDPയും വേജസും വെച്ച് അവർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൗസ് ഹോൾഡിന് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഒരു ഹാർഷ് ഒരു സമയമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വേജസ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു താരിഫിന്റെ ഒരു ഡബിൾ എഫക്ട് വന്നതോടുകൂടി ഇൻക്രീസ്ഡ് വേജസിനെക്കാട്ടി കൂടുതൽ ചെലവ് ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതായത് ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ് ഇനിയും കൂടുതൽ ഇൻക്രീസ് ആവുമെന്നാണ് ആ റിപ്പോർട്ട് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. പിന്നെ ഒരു റിട്ടാലിയേറ്ററി താരിഫുകൾ ഇപ്പം പല രാജ്യങ്ങളും യുഎസിന്റെ പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം യുഎസ് ഒരു താരിഫ് അടിച്ചപ്പോൾ ചൈന മറ്റൊരു താരിഫ് അടിക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്ക് കാനഡയുമായിട്ടും അത് ഒരു റിട്ടാലിറ്ററി താരിഫ് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് പല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ പ്രോഡക്ട്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ള ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾക്കെല്ലാം ഈ ഡ്യൂട്ടി വളരെ ഹൈ ആയിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒത്തിരി കയറ്റി വിടുന്നുണ്ടായിരുന്നു യുഎസ്. അതിനൊക്കെ നല്ല രീതിയിൽ താരിഫ് ചൈന അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോയാബീൻസ്, പോർക്ക്, കോൺ തുടങ്ങിയെല്ലാം ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു വലിയ അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ വിമാനത്തിന്റെയും അങ്ങനത്തെ ഉള്ളതിന്റെയൊക്കെ സ്പെയർ പാർട്ടുകളെല്ലാം പല രാജ്യങ്ങളും യുഎസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതിനെല്ലാം ഇപ്പൊ താരിഫ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ബോയിങ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ബോയിങ് പോലുള്ള കമ്പനികളൊക്കെ ഇപ്പൊ നിൽക്കുന്നത് തന്നെ. അപ്പം കൂടുതൽ താരിഫ് വന്നു കഴിഞ്ഞാൽ ബോയിങ്ങിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും തന്നെയാണ് ഇപ്പം നമുക്ക് ഈ റിപ്പോർട്ട്സുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ആഫ്റ്റർ മാത്ത് ഓഫ് താരിഫ് എന്ന് പറഞ്ഞ CEPR ഒരു ഏജൻസി, ഒരു US ഏജൻസി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സെന്റർ ഫോർ എക്കണോമിക് പോളിസി ആൻഡ് റിസർച്ച് എന്നുള്ള ഒരു US ഓർഗനൈസേഷനാണ് ഈ റിസർച്ച് നടത്തിയിട്ട് ഇതിന്റെ റിപ്പോർട്ട് 29-ാം തീയതി ഓഗസ്റ്റ് 29-നാണ് ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള ചില പോയിന്റ്സുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോബ് ലോസസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അതേ ആ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അതായത് ഈ സ്റ്റീൽ താരിഫ് ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പം കാനഡയിൽ നിന്നൊക്കെ യുഎസിലോട്ട് സ്റ്റീൽ, അലുമിനിയം എല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിനെല്ലാം താരിഫ് ആക്കി മാറ്റിയതോടുകൂടി ഈ സ്റ്റീൽ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന പല US കമ്പനികളിലും ഇപ്പൊ ഹയറിംഗ് ഫ്രീസോ അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടുന്നില്ല. കാരണം റോ മെറ്റീരിയൽ ഇല്ലെന്നുണ്ടെങ്കിൽ പണിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടും. അത് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷനിലാണ് യുഎസിൽ ഏറ്റവും കൂടുതൽ ജോബ്സ് ഉള്ളത്. അപ്പൊ ആ ഒരു മേഖലയിൽ ഈ ഒരു മാന്ദ്യം ബാധിച്ചിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പല പ്രോഡക്ട്സുകളും പല രാജ്യങ്ങളിൽ നിന്നാണ് US സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ താരിഫ് വന്നതോടുകൂടി പല ആൾക്കാരും ഇതിനെപ്പറ്റി വറീഡാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ എല്ലാവരും കണ്ടാണ് കിറ്റെക്സ് സാബു കേരളത്തിൽ തന്നെ സ്റ്റോറുകൾ തുടങ്ങിയ ശേഷം അവരുടെ പ്രോഡക്ട്സ് കേരളത്തിൽ തന്നെ വിൽക്കാനുള്ള ഒരു പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ അവിടുന്ന് അപ്പൊ കിറ്റെക്സ് സാബുവിന്റെ തുണിത്തരങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ ഒരു വാൾമാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു വലിയ സ്റ്റോറിൽ പിന്നെ അവർക്ക് ആ സമയത്ത് അവർക്ക് ഒരു കൺഫ്യൂഷൻ വരും, ഇനി ആരുടെയും നമ്മൾ എടുക്കും. അപ്പൊ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ആയി അവർക്ക് അവിടെ. അപ്പം കിറ്റെക്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലേബൽസ് ചേഞ്ച് ചെയ്യണം, അല്ലെ ഹയർ ഇത് ടാരിഫ് ആയി കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ ഒരു ബാർഗെയിൻ ചെയ്യും. ഇപ്പൊ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയും. അങ്ങനത്തുള്ള
പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ സംഭവിക്കും. അതിപ്പോ ബിസിനസ് ടു കൺസ്യൂമർ പ്രോഡക്ട്സ് ആണെങ്കിലും ബിസിനസ് ടു ബിസിനസ് പ്രോഡക്ട്സ് ആണെങ്കിലും ഇത് തന്നെയാണ് യൂസിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു എക്കണോമിക് അൺസർട്ടനിറ്റി യു എസിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഒരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് വാട്ടൺ സ്കൂൾ ഓഫ് ബിസിനസിന്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബിസിനസ് ഡിലേ ആവുന്നത്, ക്യാൻസൽഡ് ആവുന്നത്, ഇൻവെസ്റ്റ്മെന്റുകൾ പല ആൾക്കാരും ഡിലേ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പൊ ഒരു ഫാക്ടറി ഉള്ള ഇപ്പൊ സ്റ്റീൽ ഫാക്ടറി ഉള്ള ഒരാൾ, അപ്പം അയാൾ വിചാരിച്ചു ഞാൻ ഫാക്ടറി എക്സ്പാൻഡ് ചെയ്യാന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഇതുപോലെ സ്റ്റീലിന്റെ പുറത്ത് താരിഫ് വന്നു. അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം വിചാരിക്കും ഓക്കെ ശരി, ഇപ്പൊ ഇതിന്റെ ഒരു അൺസർട്ടനിറ്റി മാറുന്ന വരെ ഞാനിത് ഹോൾഡ് ചെയ്യാം. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ദേ വിൽ ക്ലിങ് ഓൺ ടു ദർ മണി. അപ്പം ഇൻവെസ്റ്റേഴ്സ് മണി ഇൻവെസ്റ്റ് ചെയ്യാത്ത സമയത്ത് അവർ ആ പൈസയ്ക്കകത്ത് തന്നെ അവർ കടിച്ചു തൂങ്ങിയിരിക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ പൈസ ഇല്ലാതാകുമ്പോഴത്തേക്ക് ആ മാർക്കറ്റിൽ റിസഷൻ സംഭവിക്കും. അത് എല്ലാവർക്കും അറിയാം. ഒരു ക്ലാസിക് എക്കണോമിക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് കോമ്പറ്റീറ്റീവ്നെസ് ടു അമേരിക്കൻ എക്സ്പോർട്ടേഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പല യു എസ് പ്രോഡക്ട്സിനും കൗണ്ടർ താരിഫ് വരുത്തിയോടുകൂടി യു എസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിനെല്ലാം ആ ഒരു രാജ്യങ്ങളിൽ വില കൂടുമ്പോഴത്തേക്ക് അമേരിക്കൻ പ്രോഡക്ട്സുകൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കോമ്പറ്റീഷൻ എഡ്ജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് യു എസ് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ടാക്സ് പേയേഴ്സിന്റെ മണി എടുത്തിട്ട് ഇപ്പൊ കോൺ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും വീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അല്ലെ മിൽക്കിന്റെയോ പോർക്കിന്റെയോ പ്രൊഡ്യൂസേഴ്സ് അവര് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുമ്പോൾ ആ താരിഫ് 50% വരുന്ന താരിഫ് അത് യു എസ് കൊടുത്ത് അവരുടെ ലോസ് മറികടക്കുക എന്നല്ലാതെ വേറെ ലക്ഷ്യമില്ല. അപ്പം അതൊരു, കാരണം യു എസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് ഹെവിലി സബ്സിഡൈസ്ഡ് ആണ് അവരുടെ ഫുഡ് മാനുഫാക്ചറിങ്ങും ഒക്കെ. അപ്പം അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ എറോഷൻ ഓഫ് യു എസ് ഗ്ലോബൽ ട്രേഡ് റിലേഷൻഷിപ്പ്. അതായത് എല്ലാ യു എസ് രാജ്യങ്ങളും യു എസും മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാം തകർന്ന് തരിപ്പണമായി. അത് സംബന്ധിച്ച് യു എസിനെ സംബന്ധിച്ചും അതൊരു സോഫ്റ്റ് പവർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അവരുടെ വളരെ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ പോലെ സകല രാജ്യങ്ങളുമായിട്ടും ഈ ഒരു ബന്ധം തകർന്നോടുകൂടി തന്നെ യൂറോപ്പുമായിട്ട് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ യൂറോപ്പും യു എസുമാണ് ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സ്. അവർ തമ്മിലുള്ള ബന്ധം തന്നെ വഷളായി. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന്റെ ഗ്ലോബൽ ഡോമിനൻസിനെ അത് തകർക്കുന്ന ഒരു പരിപാടി. അതിപ്പോ നമ്മൾ കണ്ടു, പെസിയോ സമ്മിറ്റിലൂടെ ഒക്കെ അത് നമ്മൾ കണ്ടു. പിന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷിഫ്റ്റിംഗ് ട്രേഡ് ടു അതർ കൺട്രീസ്. അതായത് യു എസ് ഇന്ത്യയുടെ പുറത്ത് താരിഫ് ചാർജ് ചെയ്തു. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള തുണി യു എസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ യു എസിലുള്ളവർക്ക് തുണി ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബംഗ്ലാദേശിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ അല്ല മറ്റുള്ള രാജ്യത്തു നിന്നോ വാങ്ങിക്കും. അപ്പൊ പോകാനുള്ള പൈസ എവിടെയായാലും പോകും. ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് താരിഫ് അടിച്ചു കൊടുത്ത് ഇന്ത്യയുടെ തുണി ഇടുന്നില്ലെങ്കിലും യു എസിലുള്ള കുട്ടികൾക്ക് ബേബി, ഇപ്പം ഹിറ്റക്സിന്റെ തുണിയായിരുന്നു അവിടെയുള്ള ബേബികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ട്. ആ ബേബികൾക്ക് തുണി എന്തായാലും വേണ്ടേ. അത് ചിലപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് നിന്ന് വാൾമാർട്ട് സോഴ്സ് ചെയ്യും, ടാർഗറ്റോ അല്ലെങ്കിൽ കോസ്കോ വേറെ സ്ഥലത്ത് നിന്ന് അവർ സോഴ്സ് ചെയ്യും. അത് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നുണ്ട്, അവിടെ ജോബ് ഉണ്ടാവുന്നതിന് പകരം ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും എടുത്തുകൊണ്ടിരുന്നത് വിയറ്റ്നാമിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു ഈ പറഞ്ഞ പോലെ ദർ ഇസ് നോ സൊല്യൂഷൻ, ദർ ഇസ് ട്രേഡ് ഓഫ്. അതപ്പോ ഒരാളുടെ നേട്ടം മറ്റൊരാൾക്ക് ഒരു ഇതായി മാറുന്നില്ല. അപ്പൊ അത് ഒരിടത്ത് ബിസിനസ് നടന്നില്ലേ അത് മറ്റുള്ള ഒരു സ്ഥലത്തോട്ട് പോകുന്നു വേണം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് ഈ താരിഫ് എന്നുള്ള സാധനം യു എസിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ഒരു ഷൂട്ടിംഗ് ഓൺ ദെയർ ഓൺ ഫൂട്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തുള്ള ഒരു, ഇപ്പം അവിടുത്തെ ബിസിനസ് സ്കൂളുകളായാലും പോളിസി റിസർച്ച് സെന്ററുകളായാലും അവരുടെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നു. കാരണം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഇവർ കാര്യമായിട്ടുള്ള രീതിയിൽ പല ഏജൻസികളും പഠനം നടത്തിയ ശേഷം നടത്തിയ റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കുറച്ച് റിഡൻഡന്റ് ആയിരിക്കും ഇൻഫർമേഷൻ, ബട്ട് എന്നിരുന്നാലും അതിന്റെ ആ ഒരു മെറിറ്റിൽ മാത്രം നമ്മൾ എടുക്കുക. ഇനിയിപ്പോ അടുത്ത റിപ്പോർട്ട്സുകൾ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും. ഇനി ഒരു 3 മാസത്തിന് ശേഷം ഈ ഒരു സ്ഥിതി ഇങ്ങനെ തുടരുമോ അതോ ഇതിൽ കൂടുതൽ വഷളാവോ അത് ഇനി ബെറ്റർ ആവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ ഇവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വരുന്നതനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് അതിനൊരു കൺക്ലൂഷൻ കണ്ടെത്താമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും ട്രംപിന്റെ താരിഫ് നയങ്ങൾ ട്രംപിന് തന്നെ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം കുറച്ചെങ്കിലും അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെയല്ല ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചത്. മാത്രമല്ല മറ്റുള്ളവരുടെ മേൽ താരിഫ് അടിച്ചേൽപ്പിച്ച് അവരെ തന്റെ വഴിക്ക് കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യങ്ങളും ഒക്കെ ഇന്ത്യയുടെ മുന്നിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം തകർന്നിരിക്കുന്നു എന്ന് വ്യക്തമാണ്. എന്തായാലും ഒരുപാട് നന്ദി ജഗത് ജയപ്രകാശ് മറുനാളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത്. താങ്ക് യു സോ മച്ച്.